താന്തോന്നി. രചന റോസ് സൂസൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രാകേഷിന്റെ അച്ഛൻ പറയുന്ന കേട്ട് അതുവരെ നിയന്ത്രിച്ചിരുന്ന സേവിയുടെ സകല നിയന്ത്രണം വിട്ടു. എടോ തന്നെ ഞാൻ. അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചവൻ അവന്റെ കൈ അയാളുടെ തൊണ്ടയിൽ മുറുകി. ശ്വാസം കിട്ടാതെ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എടോ ഇടോ എന്റെ അച്ഛനെ. പിന്നെ അവിടെ നടന്ന പൊരിഞ്ഞ അടിയായിരുന്നു. ഈ സമയം ഒരു പോലീസ് ജീപ്പ് എത്തിയുന്നവിടെ. അതിൽ നിന്ന് യൂണിഫോം ധരിച്ച് ഗൗരി ഇറങ്ങി. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ അടി നിർത്തി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അവനെ ഇറക്കിക്കൊണ്ടുവാ. ഗൗരി പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ ജീപ്പിന്റെ പിന്നിൽ നിന്ന് ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നു. ആളെ കണ്ട് സേവി ഞെട്ടി. ജോബിൻ? അവനറിയാതെ പറഞ്ഞുപോയി. അതെ, ജോബിൻ തന്നെ. നിങ്ങളുടെ സ്ഥാപനത്തിലെ വിശ്വസ്തനായ ജോലിക്കാരൻ. എനിക്കറിയായിരുന്നു വലിയ വീട്ടിൽ ഭദ്രൻ ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള സകല കളിയും കളിക്കുന്നു. അതുകൊണ്ടാ അവനെ എൻ്റെ കണ്ണുകൾ പിന്തുടർന്നു. ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഞാനും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ ഫോൺ ട്രേസ് ചെയ്യാനുള്ള പണിയും ചെയ്തു. അല്പം താമസിച്ചു പോയി ഇവനെ കയ്യിൽ കിട്ടാൻ. പറഞ്ഞു കൊടുക്കടാ എന്താ ഉണ്ടായതെന്ന്. ഗൗരി ജോബിനെ മുഖമടച്ചൊന്ന് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. പേടിയോടെ ജോബിൻ സേവിയെ നോക്കി. എനിക്ക് തെറ്റുപറ്റി. കുടുംബ പ്രാരാബ്ദങ്ങളുള്ളതുകൊണ്ട് കുറച്ച് കാശ് കൈ തടയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ സമ്മതിച്ചത്. നടന്ന കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ അവൻ വിവരിച്ചു പറഞ്ഞു. എല്ലാ മുഖങ്ങളിലും അമ്പരപ്പായിരുന്നു അവൻ പറയുന്നത് കേട്ടുകൊണ്ട്. കാശിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ? എന്തിനാണോ വെറുതെ ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ച് കളിച്ചത്? എന്നെ കള്ളുപിടിയനോ പെണ്ണുപിടിയനോ ആക്കിക്കോ, എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. ജീവിതത്തിൽ ഇനി ഒരു കൂട്ടുവേണ്ടെന്ന് തീരുമാനിച്ചവനാ സേവി. സേവി വേദനയോടെ അവനെ നോക്കി. കുറ്റബോധം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സേവിയുടെ കാൽക്കിലേക്ക് വീണ് ജോബിൻ. മാപ്പ് സേവിച്ച. കരഞ്ഞുകൊണ്ട് അവൻ സേവിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. സേവിയുടെ ഭാവം മാറി. തന്റെ കാൽക്കിലിരുന്ന് കരയുന്നവൻ ആഞ്ഞു തൊഴിച്ചവൻ. അവന്റെ ആ തൊഴിൽ കുറച്ചകലെ പോയി വീണവൻ. ഈ സമയം ഇഷാനിക്ക് ഓർമ്മ വന്ന് മേരിയമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു. തന്റെ മകനെ സ്വീകരിക്കണമെന്ന്. ഹൃദയം നുറുങ്ങുന്ന വേദനയോട് തന്നോട് ആവശ്യപ്പെടുന്ന അമ്മയുടെ സ്വരമായിരുന്നു അവിടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഇവനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യം സേവിച്ച. കൂട്ടത്തുള്ളവരെ ഒറ്റിയിട്ട് ഇവനൊന്നും നേരെ നടക്കണ്ട. ജോസൂട്ടി പാഞ്ഞെന്ന് മുഷ്ടിയുരുട്ടി ഇടിച്ചു. ജോബിന്റെ മൂക്കിനിട്ട്. മൂക്കിൽ നിന്ന് കട്ടച്ചോര ഒലിച്ചിറങ്ങി. ഓഫീസിൽ നിന്ന് വന്നവരിൽ പലരും അവനെ കൈവച്ചു. മതി, ഇനിയും തല്ലിയവൻ ചത്തുപോകും. എനിക്ക് കൊലപാതകത്തിന് കേസെടുക്കേണ്ടി വരും. ഗൗരി ഇടപെട്ടു. മോളെ അമ്മയ്ക്ക് പറഞ്ഞുകൊണ്ട് രാജിയമ്മ ഇഷാനിയുടെ കയ്യിൽ പിടിച്ചു. വേണ്ട, അമ്മയ്ക്ക് മോളെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മറ്റൊരാളുടെ ബോധ്യപ്പെടുത്തലിന്റെ ആവശ്യമില്ലായിരുന്നു. ഏതായാലും സത്യങ്ങളെല്ലാം വെളിവായ സ്ഥിതിക്ക് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലിയിട്ട് കിടക്കട്ടെ. രാകേഷിന്റെ ബന്ധുക്കൾ ആരൊരാൾ വിളിച്ചു പറഞ്ഞു. ഇല്ല, ഇനി വിവാഹം നടക്കില്ല, ഇഷാനി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. രാകേഷ് അവളെ നോക്കി നെറ്റി വിളിച്ചു. മോളെ കഴിഞ്ഞു. എന്റെ മോൻ നിന്നെ തല്ലിയ തെറ്റി തന്നെയാ. പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ അവൻ ചെയ്തു പോയതാ. ആരായാലും ചെയ്തു പോയി ഇങ്ങനെ കണ്ട. ഇപ്പൊ എല്ലാവർക്കും എല്ലാം ബോധ്യായില്ലേ? അധികം സമയം കളയാനില്ല മോളെ. രാകേഷിന്റെ അമ്മ അവളുടെ അരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്റെ കഴുത്തിൽ താലി കെട്ടാത്തന്നെ എന്റെ ദേഹത്ത് കൈവക്കാൻ മടി കാണിക്കാത്ത ഒരാള് നാളെ ഇതുപോലെ ആരെങ്കിലും പറയുന്ന കേട്ട ഇത് തന്നെ ആയിരിക്കില്ല അവസ്ഥ. മാത്രമല്ല എന്നോട് ഇപ്പൊ തന്നെ അധികാരം കാണിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിങ്ങൾ ജെനുവിനാണെന്ന് കരുതി എനിക്ക് തെറ്റി. മോഹിച്ച പെണ്ണിനെ സ്വന്താക്കാൻ പലരും പറയുന്ന അതേ വാക്കുകളാ നിങ്ങൾ അന്നും പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വിശ്വസിച്ചുകൊണ്ടാ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ച്. ഒരു കണക്കിന് വിവാഹം മുടങ്ങിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അടിമത്തെ ഞാൻ സഹിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. രാകേഷിനെ നോക്കി സ്വരം ഘടിപ്പിച്ച് പറഞ്ഞവൾ. അവന്റെ മുഖം വിളറി. ഒന്നുകൂടി എല്ലാവരും കേട്ടോ. കാര്യം അറിയാതെ ക്രൂശിക്കപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഈ സമൂഹത്തിൽ. അവരെ കുറ്റപ്പെടുന്നതിനും ഒറ്റപ്പെടുന്നതിനിടക്ക് ഒരു കാര്യം ഓർക്കുന്ന നല്ലതാ. അവരും മനുഷ്യരാ, വേദനിക്കാൻ പാകത്തിന് ഹൃദയമുള്ളവര്. പലരും ആത്മഹത്യ ചെയ്യുന്ന ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാ. പറഞ്ഞുകൊണ്ട് അവൾ സേവിയുടെ അടുത്തേക്ക് നടന്നു. ക്ഷമിക്കണം, പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ സമനില തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞ്. ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് പകരം തരാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, ഈ എന്നെ തന്നെ. ജീവിതത്തിൽ ഒരു കൂട്ടിന് വേണ്ടെന്ന് സേവിച്ചാൻ തീരുമാനിച്ചതാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നു. ജീവിതത്തിൽ എനിക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി സേവിച്ചതിൻ്റെ കൂടെയാ. വലിയ വീട്ടിൽ ഭദ്രന് എനിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ. ഇഷാനി പറയുന്ന കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അന്താളിപ്പോടെ നോക്കി. ഇഷാനി പറയുന്ന കേട്ട് തന്റെ കാതുകൾ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ മെഴിച്ചെന്ന് സേവി. എന്നാൽ ജോസൂട്ടി ആഹ്ലാദത്തോടെ കൈയടിച്ചു. വാവ്, ഇഷാനിക്ക് സമ്മതമാണെങ്കിൽ സേവിച്ചൊരു 100 വട്ടം സമ്മതം. ഇവരുടെ വിവാഹം നമ്മൾ പൊളിക്കും. ജോസൂട്ടി ആവേശത്തോടെ പറഞ്ഞു. നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നു? അത് ഇഷാനി, നീ പറഞ്ഞൊക്കെ ഞാൻ മറന്നു. ആരായാലും ഇങ്ങനെ കണ്ട സംശയിച്ചു പോകും. അതൊക്കെ വിട്ടേക്ക്. നിനക്ക് ഇവൻ വേണ്ട. കാര്യം കാണാനൊക്കെ കൊള്ളാം, ജോലിയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. വകതിരിവ് അടുത്തുകൂടി പോയിട്ടില്ല. കാള പറ്റുന്ന കേട്ട കയറെടുത്ത് ഇറങ്ങിക്കോളും. നിനക്ക് യോജിക്കുന്ന ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സേവി അപമാനിച്ച് ഇഷ്ടപ്പെട്ടില്ല രാകേഷിന്. തീയില്ലാതെ പോകേണ്ടാവില്ലെന്ന് കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ല. ഇവൾക്ക് നിന്നെ മതിയെന്ന് ഇവള് തന്നെ പറയുന്നുണ്ടല്ലോ. അതിന് പിന്നിലൊരു കാരണം ഇല്ലാതിരിക്കില്ല. എന്ത് കാണാൻ നിൽക്കുക? വാ ഉവാ. പിന്നെ നിശ്ചയത്തിനിട്ട വളയും മോതിരിക്ക് തന്നേക്ക്. ഇഷാനിക്ക് മുന്നിൽ നിന്ന് കയറുവാടെ പറഞ്ഞവൻ. ഊരി കൊടുത്തേക്ക് ഇഷാനി. പിന്നെ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ കൂടുതലൊന്നും ഉണ്ടാവരുത്. ഗൗരി എല്ലാവരെയും നോക്കി പറഞ്ഞു. ഇഷാനി വളയും കയ്യിൽ കിടന്ന മോതിരവും ഊരി. ഇഷാനിയുടെ പേരൊത്തിയ മോതിരം അവനും ഊരി ആളുടെ കയ്യിൽ കൊടുത്തു. ആൾ അവനെ ഏൽപ്പിച്ചു. രാകേഷ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അതെല്ലാം അമ്മയെ ഏൽപ്പിച്ചു. ഇഷാനി, ഇപ്പൊ നിശ്ചയത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ തീർന്നു.
പക്ഷേ ഒന്നുകൂടി നിനക്കവൻ തന്നിട്ടുണ്ട്, അതുകൂടി തിരിച്ചു കൊടുത്തേക്ക്. മീശ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് സേവി ഇഷാനി നോയി പറഞ്ഞു. ആൾ അവനെ നോയി നെറ്റി വിളിച്ചു. ഈ പെണ്ണിന് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. എടീ, നിന്റെ കവിളിൽ പതിഞ്ഞവന്റെ വിരകളുടെ പാട് സ്പോട്ടിലങ്ങ് മടക്കി കൊടുത്തേക്കുന്നത്. ഇഷാനി മടിച്ചിരുന്നപ്പോൾ സേവിയുടെ വലതുകര ഉയർന്നു പൊങ്ങി. രാകേഷിന്റെ കവിളിനെ പുകച്ചുകൊണ്ടൊരു അടിപൊട്ടി. പെണ്ണുങ്ങളെ തല്ലുന്ന വലിയ അന്തസ്സുള്ള കാര്യമൊന്നുമല്ല. കൈക്കരുത്ത് കാണിക്കേണ്ട സ്ത്രീകളുടെ ദേഹത്തല്ല. കാര്യം അറിയുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ നീ തല്ലി. എന്നെ ചവിട്ടിയത് അവിടെ നിൽക്കട്ടെ. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ പലീഷ സഹിതം ഞാൻ തിരിച്ചെന്നേക്കാം. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു രാകേഷ്. മൂർച്ചയുള്ളൊരു നോട്ട് അവരെ നോക്കി അവിടുന്ന് വേഗത്തിൽ നടന്നുപോയി രാകേഷ്. ചേട്ടായി, അത് കലക്കി. ഞാനൊന്ന് പൊട്ടിക്കണമെന്ന് കരുതിയതാ, പിന്നെ കൂടിപ്പോകുന്ന ഇത് കൺട്രോൾ ചെയ്ത് നിന്നാ ഞാൻ. സേവിയുടെ അടുത്തേക്ക് വന്ന് അവന്റെ വലതുകയിൽ പിടിച്ചു പിടിക്കൊണ്ട് പറഞ്ഞ ശ്രീകുട്ടി. നശിപ്പിച്ചു. തോന്നിയ പിന്നെ അത് കൊടുക്കേണ്ടേ മോളെ. ചേച്ചി പുലിക്കുട്ടിയാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിലേ ഇന്നിയുടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചേനെ ഞാൻ. ഇനിയിപ്പോ നിന്നിട്ട് എന്ത് കാര്യം? വാ പോവാ. മാമ മുന്നോട്ട് വന്ന് പറഞ്ഞു. എല്ലാവരും കൂടി വീട്ടിൽ പോകുന്നു. എന്തായാലും വിവാഹസദ്യ അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുക. ആരും വേസ്റ്റാക്കാൻ പാടില്ല. എന്നവന് വീട്ടിലേക്ക് തന്നെ പോട്ടെ. ജോസൂട്ടിയാണ് അത് പറഞ്ഞ്. നിന്നിടത്തൊന്നും ഇറങ്ങാതെ സേവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇഷാനി. അവള് നോക്കാൻ മടിച്ച അവനും. വന്നവരെല്ലാവരും വാഹനത്തിൽ കയറാൻ വേണ്ടി പോയപ്പോൾ രാജ്യമ്മ ഇഷാനിയുടെ അടുത്തേക്ക് വന്നു. മോളെ, നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വാ, വീട്ടിൽ പോവാ. ശബ്ദം കുറച്ച് പറഞ്ഞവർ. ഞാൻ വരുന്നില്ല. കേട്ട കെട്ടുകഥകൾ വിശ്വസിച്ച് എല്ലാവരും എത്രയാലും ഈ ചിത്രങ്ങൾ ആരുടെ മനസ്സിൽ നിന്നും പോവില്ല. സേവിച്ച തൃപ്തികരമായൊരു മറുപടി വരാതെ ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല. കള്ളിച്ച മുഖഭാഗത്തോടെ പറഞ്ഞവൾ. മുന്നോട്ട് നടന്ന് സേവി തിരിഞ്ഞു നിന്നു. ഈ പെണ്ണിത് എന്ത് ഭാവിച്ച? ഇഷാനി, നീ കരുതുന്ന പോലെ ഞാൻ അത്ര പുണ്യാളൊന്നുമല്ല. വിവാഹം എന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കതിലൊന്നും ഒരു താല്പര്യവുമില്ല. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സേവി. വിവാഹത്തിൽ താല്പര്യമില്ല, പെണ്ണുങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്ന താല്പര്യം ഉണ്ടല്ലേ? അവരുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കേണ്ട അളവ് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയി സേവിക്ക്. എനിക്കറിയാമല്ല, സെലീനയും ആൻസിയും അവരോടൊക്കെ എങ്ങനെയുള്ള ഇഷ്ടമായിരുന്നു? ശരീരം മോഹിച്ചുകൊണ്ട് മാത്രമുള്ള ഇഷ്ടം. അങ്ങനെയല്ല ആണത്തം കാണിക്കേണ്ടത്. ഒരു പെണ്ണിനെ താലിയെട്ടി കൂടെ പൊറപ്പിക്കണം, എന്നിട്ട് വേണം ആണത്തം കാണിക്കാൻ. അല്ലാതെ ഇരുട്ടിന്റെ മറുപറ്റി പെണ്ണിന്റെ മാനം കവർന്നിട്ടല്ല. അതിൽ കൂടുതൽ കേട്ടിൽക്കാള മനസ്സാന്നിധ്യം ഇല്ലായിരുന്നു സേവിക്ക്. ഡേ, എന്റെ ആണത്തം തെളിയിക്കാനാണോ നീ കിടന്ന് കഷ്ടപ്പെടുന്നത്? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചവൻ. അവന്റെ വിരലുകൾ തന്റെ കവിളിൽ ആഴ്ന്നിറങ്ങി. ആ വേദനയിൽ അവൾ അവനെ നോക്കി ചിരിച്ചു. തന്റെ ദേഹത്ത് ചേർന്ന് നിൽക്കുന്നവന്റെ ചുടുശ്വാസം അവളുടെ കവിളിൽ തട്ടി. അതെ, ഈ താന്തോന്നി എനിക്ക് വേണം, ഇങ്ങനെ ചേർന്ന് നിന്ന് സ്നേഹിക്കാൻ. അവന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. അവന് മാത്രം കേൾക്കാൻ പാത്തിൽ പറഞ്ഞവൾ. അവൾ ചിരിക്കുന്ന കണ്ടപ്പോൾ അവന്റെ കയ്യാഞ്ഞു. അവനൊരു പേടി തോന്നി. ഈ പെണ്ണിന് തന്റെ കല്ലാക്കി മാറ്റിയ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ കഴിയുമോ? അവൻ സ്വയം ചോദിച്ചു പോയി. വേഗം അവളുടെ കവളിൽ പിടിച്ചിരുന്ന കൈ പിൻവലിച്ചവൻ. എന്താ, ഭയന്നു പോയോ? കാഞ്ഞിരത്തെങ്കിൽ സേവിച്ചൻ. എന്നാ കേട്ടോ, ഈ മനസ്സിൽ ഇന്നു മുതൽ ഇഷാനി ചന്ദ്രശേഖർ കൂടുകൂട്ടി കഴിഞ്ഞു. ഇന്നുവരെ ഒരു പുരുഷനെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരാളും എന്റെ ദേഹത്ത് തൊട്ടിട്ടുമില്ല. അന്ന് ഓഫീസ് മുകളിൽ വെച്ച് ഇയാളാ എന്നെ ആദ്യമായി തൊട്ടത്. ആ സ്പർശനം മതി എനിക്ക്. ഈ മനസ്സുമാർ എത്ര സമയം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. കാത്തിരിപ്പിനൊടുവിൽ എന്റേത് മാത്രമായിരിക്കും ഈ താന്തോന്നി. അവന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ആ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞവൾ. അവളെ തള്ളി മാറ്റാൻ പോലും കഴിയാത്ത വിധം കാലുകൾ തറഞ്ഞിന്ന് പോയി സേവിയുടെ. തന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണ്. ആ ചിന്തയിൽ അവനൊന്ന് വിറച്ചുപോയി. അവളെ തള്ളി മാറ്റി ജീപ്പിന്റെ അടുത്തേക്ക് നടന്നവൻ. സേവി ജീപ്പിൽ ചാടി കയറി. എല്ലാം കണ്ടും കേട്ടും കിളിപോയി നിൽക്കുകയാണ് ജോസൂട്ടി. നീ വരുന്നുണ്ടോ? ജീപ്പിൽ കയറി താരി നിന്നിട്ട് ഇഷാനി നോക്കി വായുമ്പോൾ നിൽക്കുന്ന ജോസൂട്ടിയെ നോക്കി അലറി സേവിച്ചൻ. ഓ വരുവാ ഇഷാനി, അത് പൊളിച്ചോട്ടോ. സേവിച്ചനെ കടിഞ്ഞാണ്ടാ തനിക്ക് കഴിയും. കണ്ടോ, പുലി പോലെ വന്നവൻ എലി പോലെ ഓടിപ്പോയത്. അത് ഏറ്റു. വലിയ ജാടിടുന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അത്രയുള്ളൂ പുള്ളി. ഇഷാനി കൈ കൊടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോസൂട്ടി. അതുകൂടി കണ്ടോടെ ദേഷ്യം വന്ന് സേവിക്ക്. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇട്ട് വട്ടം കറക്കി പൊടി വർത്തിക്കൊണ്ട് ആ ജീപ്പ് നാട്ടുവഴിയിലൂടെ പാഞ്ഞു. പോയി. ഇനി ഏത് ദുനിയാവിലേക്കാണാവോ? ഞാൻ ചെല്ലട്ടെ, അപ്പൊ നാളെ ഓഫീസിൽ വരില്ലേ, കാണാം പറഞ്ഞുകൊണ്ട് സ്റ്റാഫ്സ് വന്ന ട്രാവൽ കയറിയവൻ. ചേച്ചി വാ പോവാ. ശ്രീകുട്ടി ഷാനിയുടെ കയ്യിൽ പിടിച്ചു. അമ്മായിയുടെ കാലിൽ തിരികെ വീട്ടിലെത്തുമ്പോൾ മൂകത തളം കെട്ടി നിന്ന് അവിടെ മാകെ. ഈ സമയം തന്റെ മുറിയിൽ കണ്ണിൽ കണ്ടതല്ല എറിഞ്ഞുടക്കുകയാണ് ഭദ്രൻ. ഗൗരിയെ കൊല്ലാനുള്ള പകയോടെ. വിവാഹം മുടങ്ങിയെങ്കിലും ഇഷാനി പറഞ്ഞൊക്കെ നാരായണം വഴി അറിഞ്ഞിരുന്നവൻ. തന്നോടുള്ള വാശിക്ക് ഇഷാനി അവനോട് അങ്ങനെ പറയുന്നവൻ ഒരിക്കലും കരുതിയില്ല. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. വെടക്കാക്കി തനിക്കാകാമെന്നാണ് കരുതിയത്. എല്ലാം കൈവിട്ടു പോയപ്പോൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി പോയവൻ. എടാ മോനെ, നീ എന്തൊക്കെയാടാ ചെയ്യുന്നത്? വാതിൽ ഉറക്കടാ. അടച്ചിട്ട് വാതിൽ ശക്തിയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മായാദേവി. ഇഷാനിയുടെ വിവാഹം കഴിഞ്ഞുള്ള ഭ്രാന്താണ് തന്റെ മോൻ കാണിച്ചു കൂട്ടെന്നായിരുന്നു അവരുടെ ഉള്ളിൽ. ആ നശിച്ച പെണ്ണുകാരൻ എന്റെ കുടുംബം തകർന്നല്ലോ മഹാമായി. ഒരിക്കലും ഗതി പിടിക്കാൻ നശിച്ചു പോകാ ഒരുമ്പെട്ടോള്. ഒറ്റമകന്റെ അവസ്ഥക്കാരൻ ഇഷാനിയാണെന്ന ഒറ്റ ചിന്തയിൽ അവളുടെ മേലെ ശാപവർഷം ചൊരിയുന്ന കേട്ടാണ് രാജേന്ദ്രൻ കോവണി കയറി വന്നത്. എടേ മതി, അവള് ശപിച്ച് എല്ലാ ശാപവും തിരിച്ചു കിട്ടി തുടങ്ങി. നിന്റെയും മോന്റെയും തലക്ക് മുകളിലേക്ക് തന്നെ. നിന്റെ മോൻ ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ഇഷാനിയുടെ വിവാഹം മുടക്കി. എന്തുകൊണ്ടോ ആ വിവാഹം മുടങ്ങിയത് നന്നായി.
രാകേഷിന്റെ തനി കൂടെ അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല ഈശാനി അവൾക്ക് യോജിച്ച ഒരുത്തനെ കണ്ടുപിടിക്കുകയും ചെയ്തു. നിന്റെ മോനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഭർത്താവ് പറയുന്ന മനസ്സിലാവാതെ മായാവതി തിരിഞ്ഞു നോക്കി. അവളുടെ വിവാഹം മുടങ്ങിയെന്നോ? ഒന്ന് തെളിച്ചു പറ മനുഷ്യ. ഭർത്താവിന്റെ അരികിൽ വന്ന് ദേഷ്യത്തിൽ ചോദിച്ചവർ. അകത്തുനിന്ന് അപ്പോഴെന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഭാര്യയോട് വിശദീകരിച്ച് എന്നെ പറഞ്ഞയാൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയമാണ് തോന്നിയത്. നിങ്ങൾ വെറുതെ അഹങ്കരിക്കണ്ട. നിങ്ങളുടെ മോൻ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ? അവനെ ഈ വിധത്തിലാക്കി അവളെ സമാധാനമായിട്ട് ജീവിക്കാൻ അവൻ അനുവദിക്കും തോന്നുന്നുണ്ടോ? അവനെ അവളെയും കൊല്ലാനും മടിക്കില്ല അവൻ. ആകെ തകർന്നു നിൽക്കുക അവൻ. നിങ്ങളുടെ പെങ്ങടെ മോളെ സ്നേഹിച്ചു പോയവൻ. അതിനാ എന്റെ കുഞ്ഞ് ഈ വേദന മുഴുവൻ സഹിക്കുന്നത്. അവള് വിവാഹത്തിനെങ്ങാനും സമ്മതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. ഏടി ഇരുട്ടിന്റെ മറവിൽ കണ്ട പെണ്ണുങ്ങളെ തെണ്ണനിരങ്ങുന്ന അവനെപ്പോലുള്ള ഒരാളെ കെട്ടാൻ മാത്രം വിശാല മനസ്സൊന്നും എന്റെ പെങ്ങടെ മോൾക്കില്ല. മര്യാദക്ക് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? ഇവന്റെ കയ്യിരിപ്പ് നല്ലതായിരുന്നെങ്കിലേ നമ്മുടെ വീട് വിളക്കായി ഈശാനി ഉണ്ടാവുമായിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ ഭ്രാന്ത് കാണിച്ചേർന്നിട്ട് കാര്യമില്ല. മിക്കവാറും സേവിയുടെ കൈ കൊണ്ട് തീരും നിന്റെ മോൻ. പറഞ്ഞുകൊണ്ട് അദ്ദേഹം താഴേക്ക് പോയി. അകത്തെ ബഹളം ഇപ്പൊ കേൾക്കാനില്ല. കുടിച്ചിലൊക്കെ ഇട്ട് വന്നുകൊണ്ട് അവൻ ഉറങ്ങിക്കാണുന്നീര് താഴേക്ക് പോയി മായാദേവി. എന്നാൽ ഭദ്രനെ നടച്ചങ്ങളിട്ട് പൂട്ടണമെന്ന ആലോചന മാത്രമായിരുന്നു ഗൗരിക്ക്. ഈശാനിക്കും സേവിക്കെതിരെ അവൻ കളിച്ച അതേ നാണത്തിൽ തിരിച്ചടി കൊടുക്കുന്ന ഒറ്റ വിചാരം മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. അതിനുള്ള വഴി ഗൗരി ആലോചിച്ചു തുടങ്ങി. ഭദ്രന്റെ രഹസ്യ സഞ്ചാരം തേടിയിറങ്ങി കഴിഞ്ഞവൾ തന്റെ ജീവിതം കടലാസ് കഷ്ണം പോലെ ചീന്തി കളഞ്ഞവനുള്ള അടങ്ങാത്ത കനൽ അവളുടെ കണ്ണിൽ തെളിഞ്ഞു കത്തി. സേവിയുടെ ജീപ്പ് നേരെ ചെന്നിന്ന് സ്ഥിരമായി കയറുന്ന ബാറിലായിരുന്നു. മതിക്കുപ്പി മൂടികളഞ്ഞപ്പാടെ വായിലേക്ക് അമിഴ്ത്തിയവൻ തൊണ്ടക്കുഴിയെ കത്തിച്ചുകൊണ്ട് ആ ദ്രാവൻ താഴോട്ട് ഇറങ്ങി. പോകുന്ന വഴിയെ എരിവറിയിച്ചുകൊണ്ട് മദ്യം തലക്കി പിടിച്ചെങ്കിൽ അവന്റെ മനസ്സിൽ തെളിഞ്ഞിൽക്കുന്ന ഇഷാനിയുടെ മുഖവും അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അതേ തീവ്രതയോടെ ഒളിമങ്ങാതെ നിന്നു. തന്റെ ദേഹത്തേക്ക് ഒട്ടിന്നവരുടെ മുല്ലപ്പൂവിന്റെയും ദേഹത്തടിച്ച പെർഫ്യൂമിന്റെയും ഗന്ധം ഇപ്പോഴും മൂക്കിൽ അടിച്ചു കയറുന്ന പോലെ. ആ ഓർമ്മയിൽ അവൻ തല ഇരുവശത്തേക്കും വെട്ടിച്ചു. കല്യാണ വേഷം അഴിച്ചു മാറ്റി കുളിച്ചു വന്നപ്പോൾ പുതിയൊരു ജീവിതം കിട്ടിയതുപോലെ തോന്നി ഇഷാനിക്ക്. മേരിയമ്മയുടെ മനസ്സുകൊണ്ടാണ് തന്റെ വിവാഹം മുടങ്ങിയെന്നും തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തവരെ സഹായിക്കുക എന്നത് തന്നെ നിമിത്തമാണെന്നും വിശ്വസിച്ചവൾ തന്റെ ഫോൺ എടുത്ത് ആ നമ്പർ തിരഞ്ഞവൾ. എന്തെങ്കിലും താൻ വിളിക്കുമെന്ന് കരുതി അകലങ്ങളിരിക്കുന്നവരെല്ലാം അറിയിക്കണമെന്ന് തോന്നിയവൾക്ക് ജനലിനടുത്ത് നിന്നവൾ ആ നമ്പറിൽ വിളിച്ച് കാത്തുനിന്നു. എന്നാൽ തന്റെ മനസ്സിൽ കണക്കുകൂട്ടിയ കാര്യങ്ങളെല്ലാം തകർന്നു പോയതിന്റെ സങ്കടത്തിൽ കട്ടിലിൽ പില്ലോ ഉയർത്തിവെച്ച് ചാരിയിരിക്കുകയാണ് മേരിയമ്മ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ ആഹാരം കഴിക്കാൻ ഒത്തിരി പറഞ്ഞിട്ടും ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പാണവർ. ഇഷാനി എന്ന പേര് ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടപ്പോൾ അവരുടെ മുഖം വിടർന്നു. നാളുകളായി താൻ കാത്തിരുന്ന കോള്. വർദ്ധിച്ച ആകാംക്ഷയുടെ ഫോൺ എടുത്തവർ കാതോടിയേർത്തു. അമ്മച്ചി എന്നൊരു വിളിയും അതിന് പിന്നാലെ ഒരു തേങ്ങകളുടെ ശബ്ദവും കേട്ടപ്പോൾ അവരുടെ ചങ്കിടിച്ചു. എന്നതാ കൊച്ചേ, എന്നാതിനാ കരയുന്നേ? അവരുടെ ഉള്ളിൽ ആദ്യ വരികി. ഇഷാനി വിവരങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ആ നിമിഷം അവരുടെ അരികിലെത്താൻ കൊതിച്ചുപോയി അവരുടെ മനസ്സ്. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. കുരിശു വരച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന കൊന്തയിലെ ക്രൂശിത രൂപത്തിൽ ചുംബിച്ചവർ. എല്ലാം കർത്താവിന്റെ തീരുമാനാ മോളെ. എന്റെ സേവിക കർത്താവ് കരുതിയിരിക്കുന്നത് നിന്നെയാ. അതിനെ ആരൊക്കെ വേണ്ടെന്ന് വെച്ചാലും സമയമാവുമ്പോ എല്ലാം നടക്കും. കർത്താവ് തന്നെ ഒരു വഴി തെളിയിച്ചു തരും. നെഞ്ചു നീറിയാൻ ഞാനിവിടെ ഇരുന്നത്. നിന്നെയും എൻ്റെ മോനെയും മനസ്സുകൊണ്ട് എന്നെ ചേർത്ത് വെച്ചതാ ഞാൻ. എല്ലാം ശരിയാവും മോളെ. എൻ്റെ മോൻ പാവാ. എൻ്റെ നഷ്ടമാണ് അവൻ ഈ വിധത്തിലാക്കിയത്. നെടുവീർപ്പോടെ പറഞ്ഞു മേരിയമ്മ. അമ്മച്ചി തിരിച്ചു വരണം, എത്രയും പെട്ടെന്ന്. അമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാവും. വരണമെന്ന് ആഗ്രഹമില്ലാതെയല്ല മോളെ. സേവി അവനെ പേടിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണവന്മാരെ വെറുതെ വിടില്ല അവൻ. കൊല്ലാനും ചാവാനും മടിക്കില്ല എൻ്റെ മോൻ. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. അവന്മാരെ കൊന്നിട്ട് എൻ്റെ മോൻ ജയിലിൽ പോയി കിടക്കാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ അവനൊരു പക്വത വരും. നിന്നെ അവൻ ജീവന തുല്യം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റൊന്നിനും പോവില്ല. കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ സമാധാനത്തോടെ കഴിയുന്നത് എനിക്ക് കണ്ണു നിറച്ച് കാണണം. അത് പറയുമ്പോൾ അവരുടെ ശബ്ദമിളറിയെ ശ്രദ്ധിച്ചു ഇഷാനി. അമ്മച്ചി അത്രയും കാലം പറഞ്ഞാനിരിക്കാനാണ് പാവം. തെറ്റിയതൊരു ശിക്ഷിക്കപ്പെടണം. അതിന് നിയമം കോടതിയൊക്കെ ഉണ്ട്. അവർക്ക് തക്ക ശിക്ഷ കിട്ടുക തന്നെ വേണം. അമ്മച്ചി വരണം, കോടതിയിലെല്ലാം ബോധിപ്പിക്കണം, അവന്മാരെ അഴിക്കുള്ളിലാക്കണം. നീ പറയുന്നതൊക്കെ ശരി തന്നെയാ മോളെ. എൻ്റെ മോനെ എനിക്കറിയാം. അവന്മാരെ വെറുതെ വിടില്ലെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോടതിക്ക് അവർ വിട്ടുകൊടുക്കില്ല അവൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്മച്ചിക്ക് സമാധാനമായി. ആദ്യം വിവാഹം. അതിനു മുമ്പ് നീ അവനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. അങ്ങനെ ഒരു സ്നേഹം അവന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒതുങ്ങും, എനിക്ക് ഉറപ്പുണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നാൽ നമ്മൾ കരുതുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഫലം. തൽക്കാലം നിങ്ങളുടെ വിവാഹം നടക്കുന്നവരെ അമ്മച്ചി മറിഞ്ഞിരുന്നേ മതിയാവൂ. മോൾക്ക് മനസ്സിലായോ അമ്മച്ചി പറയുന്നത്? മേരിയമ്മ പറയുന്ന ഒരു തരത്തിൽ ശരിയാണെന്ന് തോന്നി അവൾക്കും. എടുത്തിയാടി പുറപ്പെടുന്ന സ്വഭാവമാണ് സേവിസിന്. അമ്മച്ചി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വെറുതെ വിടില്ല, കൊല്ലുമെന്ന് തന്നെ പറയാം. എല്ലാവരെയും കൊന്ന് കൊല വിളിച്ച് ജയിലിൽ പോകും. അങ്ങനെ നശിച്ചു പോവേണ്ടവനല്ല കാഞ്ഞിരത്തിങ്കിൽ സേവിച്ചൻ. എനിക്ക് വേണയാളെ, ആ പുലിക്കുട്ടിയെ പൂച്ചക്കുട്ടിയെ പോലെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ. ആളുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ഞാൻ മൂർത്തിയെ വിളിച്ച് പറയട്ടെ ഈ സന്തോഷ വാർത്ത.
മോൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ വിളിക്കണം കേട്ടോ. മോള് സങ്കടപ്പെടണ്ട, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. പിന്നെ അടുത്ത മാസം മുമ്പിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സാധാരണ സേവിയും മൂർത്തിയും കൂടിയാണ് പോവുക പതിവ്. ഇത്തവണ ആ പതിവ് നമുക്ക് തെറ്റിക്കാം. മോള് പോയാൽ മതി അവൻ്റെ കൂടെ. കുറച്ചുകൂടെ അടുത്ത് ഇടപഴകാൻ ഒരു അവസരമാവും. എങ്ങനെയെങ്കിലും അവനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാറ്റിയെടുക്കണം മോള്. മോളെ, നിന്നിലാ എൻ്റെ പ്രതീക്ഷ മുഴുവൻ. അമ്മച്ചി ഉത്സാഹത്തോടെ പറഞ്ഞു. അയ്യോ അമ്മച്ചി, ഞാൻ ഒറ്റക്ക് അത്രയും ദൂരം. ഇഷാനി വെപ്രാളത്തോടെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര നല്ലതാ മോളെ. നീ പേടിക്കണ്ട, എന്തു വന്നാലും അമ്മച്ചിയുടെ കൂടെ. നിന്നെ കൈവിടില്ല ഞാൻ. പോരെ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.